അഡ്വാൻസ്ഡ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറച്ചുകൂടെ സ്കോപ്പുള്ള മാർക്കറ്റിംഗാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. എന്നുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തതായിരുന്നു ഞാൻ ഡിജിറ്റൽ മാർക്കറ്റ്. ഫണ്ണും എഡ്യൂക്കേഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുണ്ടെങ്കിൽ ആരായാലും പഠിച്ചു പോകും. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്താണ്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള കാലം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറച്ചുകൂടെ സ്കോപ്പുള്ള മാർക്കറ്റിംഗാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബേസിക് ഐഡിയാസ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തത്. ഞാനും അതുകൊണ്ടാണ് കൂടുതലും. ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേന് എന്താണേലും ഒരു ഡിജിറ്റൽ ഇതാണല്ലോ, അപ്പം എന്താണേലും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണേലും എന്താണേലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത്യാവശ്യമാണെന്ന് തോന്നി, അതുകൊണ്ട് ചൂസ് ചെയ്തത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ കരിയർ എന്നുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തതായിരുന്നു ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങളുടെ 2 മന്ത് ക്ലാസ്സും അതുപോലെ തന്നെ എക്സാമും എല്ലാം ഇപ്പോൾ കഴിഞ്ഞു. നിങ്ങൾ ട്രെയിനിങ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാം പറഞ്ഞു തന്നതും. പോർഷൻസ് ആണെങ്കിലും നമുക്ക് ഡൗട്ട് ഉള്ളത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്തു പോവും. അതുപോലെ തന്നെ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് തരും. എക്സാം ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ഇപ്പോൾ സ്റ്റാഫ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും വെൽക്കമിങ് ആയിരുന്നു. സ്റ്റുഡൻസിന് എല്ലാ കാര്യത്തിനും സപ്പോർട്ടീവും. ഫണ്ണും എഡ്യൂക്കേഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുണ്ടെങ്കിൽ ആരായാലും പഠിച്ചു പോകും. അപ്പോൾ 2 മാസം പോയത് അറിഞ്ഞില്ല. അടിപൊളി ക്ലാസ് ആയിരുന്നു. നമുക്ക് എല്ലാം കൂടുതലായിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചറിയാൻ പറ്റി. എല്ലാം നമുക്ക് പലയിടത്തും നമുക്കത് കിട്ടാറില്ല. ഇതിപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വീണ്ടും ട്യൂട്ടേഴ്സ് ആയിക്കോട്ടെ അടിപൊളിയായിരുന്നു. നമുക്ക് വീണ്ടും ചോദിക്കാനുള്ളൊരു ഇത് നമുക്കുണ്ട്. എന്തായാലും ക്ലാസ് റൂം വളരെ ഫണ്ണായിരുന്നു. നമുക്ക് പഠിപ്പും അതുപോലെ തന്നെ ഫൺ മൊമെൻറ്റും എല്ലാം കൂടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് 2 മാസം രോഹിത് പറഞ്ഞ പോലെ 2 മാസം പോയത് അറിഞ്ഞില്ല. നമ്മൾ ഒരുപാട് പ്രൊജക്ട്സ്, സെമിനാർസ്, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ട് എത്രത്തോളം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്? അതുപോലെ എത്രത്തോളം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം തീരെ ബേസിക് അറിയില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ ഗൂഗിൾ ആഡ്സ് ആയാലും SEO ആയാലും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്തായാലും നല്ലൊരു ബേസ് ഉണ്ട്. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട്. സോ എവിടെ പോയാലും വർക്ക് ചെയ്ത് നിൽക്കാം എന്നൊരു വിശ്വാസം പഠിച്ചുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ക്യാമറ ഫിയർ ഇവിടെ വന്നതിന് ശേഷം ക്യാമറ ഫിയർ ഇല്ല. കാരണം സെമിനാറൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഇത് ഇത്രയും പിള്ളേരുടെ മുൻപിലായാലും സ്റ്റാഫുകളുടെ മുൻപിലായാലും പറയാനുള്ളൊരു ഇത് കിട്ടി. അതെന്തായാലും അടിപൊളിയായി തോന്നി. ഇനി അങ്ങോട്ടും അത് ഇവിടുന്ന് കിട്ടിയത് കൊണ്ട് ഇനി അങ്ങോട്ടും അത് നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലുള്ള പ്രോജക്ട്സ് ഒക്കെ തന്നുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റി. ഇപ്പം എവിടെയെങ്കിലും ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി മെയിനായിട്ടും. നിങ്ങൾ ഇന്റേൺഷിപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ ലൈവ് കറണ്ട് വർക്കിംഗ് ടൈമിൽ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾക്കൊരു ലൈവ് എക്സ്പീരിയൻസ് എങ്ങനെ കിട്ടുമോ, ജോബ് എക്സ്പീരിയൻസ് എങ്ങനെ കിട്ടുമോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പോരാതെ തന്നെ ഞങ്ങൾക്ക് ലൈവ് മോക്ക് ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. അത് വഴി ഞങ്ങൾക്ക് കുറച്ചുകൂടെ ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി കൂടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും പല പല ഡിസ്ട്രിക്ട്സിൽ നിന്നുള്ളവരാണ്. എന്നിട്ട് നിങ്ങൾ കൊച്ചി സെലക്ട് ചെയ്തത് കൊച്ചി വൈബൊക്കെ എൻജോയ് ചെയ്യാനായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ കൊച്ചി ലൈഫ്? കൊച്ചി ലൈഫൊക്കെ അടിപൊളിയായിട്ട് തന്നെ പോയി. വന്നിട്ട് കുറച്ച് നാളായി. പഠിക്കാനായിട്ട് വന്നതാണ്. ഇപ്പോൾ പഠിക്കുന്നുമുണ്ട്, കൊച്ചി ലൈഫ് ആസ്വദിക്കുന്നുമുണ്ട്. രണ്ടും ടാലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പഠിത്തത്തിൻ്റെ ടൈം പഠിത്തവും നല്ല ലൈഫ് സ്റ്റൈലും കൊച്ചി അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റുന്നുണ്ട്. അതിലൊന്നും ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. സിയോൺ അക്കാദമിയിലപ്പോൾ നിങ്ങൾ എന്തായാലും വെരി ഹാപ്പിയാണ്. നിങ്ങൾ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുമോ സിയോൺ അക്കാദമി? എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കാരണം എനിക്ക് അറിവിൽ തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇങ്ങനെ അക്കാഡമി നോക്കി കിടക്കുന്നവർ. ചിലയിടത്ത് ഫീസ് കൂടുതലായിരിക്കും, ചിലയിടത്ത് എന്താ പറയുക അത്ര നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കില്ല, അത്ര സപ്പോർട്ടീവ് ആയിരിക്കില്ല. പക്ഷേ ഇവിടെ എന്തുകൊണ്ടും നല്ലതാണ്. ഞാൻ എന്തായാലും എൻ്റെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യും. സോ അപ്പോൾ നിങ്ങളിപ്പോൾ സിയോണിൻ്റെ ലേണേഴ്സ് ടു മാർക്കറ്റേഴ്സായി മാറിയിരിക്കുകയാണ്. എപ്പോഴും അപ്ഡേഷൻസ് ഉള്ളൊരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എപ്പോഴും അതുകൊണ്ട് അപ്ഡേറ്റഡ് ആയിരിക്കുക. നിങ്ങളുടെ സ്കിൽസും ക്രിയേറ്റിവിറ്റിയും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫീൽഡ് മെയിനായിട്ടുള്ളത്. സോ അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ അക്കാദമിക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. സോ കൺഗ്രാറ്റ്സ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.